അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻസ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗത്ത്, അതായത് നമുക്ക് കണ്ണ്, മൂക്ക്, വായ ആ വരുന്ന ഭാഗങ്ങൾ അത്രയും കോളംസ് നമുക്ക് ഒരു ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു കോളം കറക്റ്റായിട്ട് എണ്ണി എടുത്തിട്ട് ഞാൻ ഇവിടെ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വരയ്ക്കേണ്ട കോളംസൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അളയപ്പെടുത്തിയിട്ട് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചെടുത്താൽ മതി. അപ്പം ഈ മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം. അപ്പം ഈ ഒരു ഡിസൈൻസ് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈൻസ് വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ അതും ഡിസൈൻസ് വരയ്ക്കുന്നത് കാണിക്കേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത്ര അവിടെ ഒന്ന് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചെടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം പോവും അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മെയിനായിട്ട് ആ ഒരു നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഇവിടെ ലൈൻസ് ഇട്ട് ക്രോസ് ആയിട്ട് വരച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വരച്ച ഡ്രോയിങ് ഔട്ട്ലൈൻ്റെ ആ ഒരു ഇമേജോടെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അടുത്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഇമേജായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ക്രോസ് ലൈൻസ് വരച്ചിട്ടേക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ വരച്ച് തുടങ്ങാം. അപ്പം ആദ്യം ആ ഒരു മുടിയുടെ ആ ഒരു ഭാഗം ജസ്റ്റ് ഇവിടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് വരച്ച് തുടങ്ങുവാണ്. പിന്നെ മെയിനായിട്ട് കണ്ണ്, മൂക്ക്, വായ ആ ഒരു ഭാഗങ്ങളൊക്കെ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് ഈ രീതിയിൽ ഡിസൈൻസ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തെറ്റിപ്പോകാണ്ട് നല്ല ഇതായിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഞാൻ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ ഈസി ആയിട്ട് തന്നെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. കാരണം കളർ പെൻസിൽ ഡ്രോയിങ് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഇനി നമ്മുടെ ചാനലിൽ കളർ പെൻസിൽ ഡ്രോയിങ് ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി, ഒന്ന് വരച്ച് പോയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം ഞാനും ഇപ്പോൾ ഒന്ന് പഠിച്ച് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഒപ്പം തന്നെ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ ആ ഒരു കളർ പെൻസിൽ തന്നെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്കിൻ കളറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചേർക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു സെറ്റ് തന്നെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് കളർ പെൻസിൽ സെറ്റ് വേണമെങ്കിലും വാങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഡോംസിൻ്റെ അത്യാവശ്യം നല്ലൊരു സെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വാങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കളർ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. സ്കിൻ കളർ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കൂടെ ബ്രൗണോടെ നമുക്ക് യൂസ് ചെയ്യാം, ബ്രൗൺ കളർ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഉള്ള ഫോട്ടോ, നിങ്ങൾ കിട്ടുന്ന ഫോട്ടോയിൽ ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ, അതായത് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ ആയിട്ട് നോക്കുക. നിങ്ങളുടെ ഉള്ള കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കളർ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നത് നിങ്ങൾ ആദ്യം തന്നെ നോക്കുക. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഒരുപാട് യെല്ലോ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും ചിലപ്പം അതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടൊക്കെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് ഒക്കെ നമുക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു കളർ മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ നിങ്ങൾ കിട്ടുന്ന ഫോട്ടോയെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ നമ്മൾ കളർ കൊടുക്കുന്നത്, ഏത് കളർ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് സ്കിൻ കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡ്രോയിങ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് വാങ്ങുവാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അതിനോട് ഒരുപാട് സമയം പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു സെറ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഓരോ കളർ മിക്സ് ചെയ്തെടുക്കാനുള്ള സമയം ഒക്കെ നമുക്ക് കൂടുതലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുമെങ്കിൽ ഇത് തന്നെ വാങ്ങി ഉപയോഗിക്കുക. ഈ ഒരു സെറ്റ് അത്യാവശ്യം റേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അതുകൊണ്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു കണ്ണിൻ്റെ ഭാഗം വരയ്ക്കാനുണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾ നല്ല സമയത്തിന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഔട്ട്ലൈൻ അടിപൊളിയായിട്ട് വന്നാൽ മാത്രം നമുക്ക് ആ ഡ്രോയിങ്ങും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, നല്ല സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഔട്ട്ലൈന്. അപ്പോൾ ഈ ഒരു മൂവിയിലെ ഒരു 2-3 ഇമേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊരെണ്ണം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ അല്ലാതെ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും എളുപ്പം ചെയ്യാൻ വേണ്ടി എളുപ്പം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് തന്നെയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡ്രോയിങ് ഞാൻ ചെയ്തത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ.
പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായി ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമ്മൾ ക്രോസായിട്ട് ഗിഡ് ലൈൻസ് വരച്ച അത്ര ഭാഗത്തെയും ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഗിഡ് ലൈൻസ് ഇട്ട് ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് വരച്ച് പോയാൽ മതി. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ.